മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വൃശ്ചികം രാശിക്കാരുടെ 2024 ജനുവരി മാസത്തിലെ പൊതുമാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു മേടം രാശിയിലും കേതു കന്നി രാശിയിലും ബുധനും ശുക്രനും വൃശ്ചികം രാശിയിലും സൂര്യനും ചൊവ്വായും ധനുരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ സഞ്ചരിക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും. ജനുവരി 7-ാം തീയതി ബുധൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്കും 15-ാം തീയതി സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സൂര്യൻ്റെ ഈ രാശിമാറ്റം ഹിന്ദുക്കളെല്ലാം മകരസംക്രാന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത്. ജനുവരി 18-ാം തീയതി ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനനസ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഇനി നമുക്ക് മാസഫലത്തിലേക്ക് കടക്കാം. ആദ്യമായി നിങ്ങളുടെ 1-ാം ഭാവാധിപൻ ചൊവ്വയുടെ പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം. ചൊവ്വ മാസം മുഴുവനും നിങ്ങളുടെ 2-ാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത്. ശുഭഗ്രഹങ്ങളായ ബുധനും ശുക്രനും നിങ്ങളുടെ 1-ാം ഭാവത്തിലായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ സമയം ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ലാഭസ്ഥാനാധിപൻ ബുധൻ ആദ്യം 1-ാം ഭാവത്തിലും പിന്നീട് ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ നിൽക്കുന്നതും നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാക്കുന്നതായിരിക്കും. വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ ചിലവിൻ്റെ സ്ഥാനമായ 12-ാം ഭാവത്തിൻ്റെ അധിപൻ ശുക്രൻ ധനസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഇത് അധികവും സുഖ സാമഗ്രികൾ വാങ്ങിക്കുവാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ 2ഉം 6ഉം ഭാവങ്ങളിൽ പരിവർത്തന യോഗം നിർമ്മിതമാകുന്നുണ്ട്. അതായത് 2 ഗ്രഹങ്ങൾ ഒരാൾ മറ്റൊരാളിൻ്റെ രാശിയിൽ നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ വ്യാഴം ചൊവ്വയുടെ രാശിയായ മേടത്തിലും ചൊവ്വ വ്യാഴത്തിൻ്റെ രാശിയായ ധനുവിലുമാണ് നിൽക്കുന്നത്. ഈ സമയത്ത് 2ഉം 6ഉം ഭാവങ്ങളുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. 2-ാം ഭാവം ധനം, കുടുംബം, വാണി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ ധനാഗമനം ഉണ്ടാകും. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. നിങ്ങളുടെ വാണിയിലും പെരുമാറ്റത്തിലും സൗമ്യത വരുന്നതും അത് നിങ്ങൾക്ക് എല്ലാ ഫീൽഡിലും സഹായകമാകുന്നതുമായിരിക്കും. 4-ാം ഭാവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. നിൽക്കുന്നത് 4-ാം ഭാവത്തിൽ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലുമാണ്. എങ്കിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ നിൽക്കുന്നതും ഇവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ശ്രേഷ്ഠമായ ശശയോഗം നിർമ്മിതമാകുന്നതിനാലും കണ്ടകശനിയുടെ പ്രഭാവം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് തന്നെ വേണം പറയാൻ. കൂടാതെ ഈ സമയത്ത് ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 5-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെയും ചൊവ്വയുടെയും പരിവർത്തന യോഗവും നടക്കുന്നതും ചൊവ്വയുടെ 4-ാം ദൃഷ്ടി 5-ാം ഭാവത്തിൽ പതിക്കുന്നതും കാരണം ഈ സമയം വിദ്യാർത്ഥികൾക്ക് ശുഭകരമായിരിക്കും. എങ്കിലും കേതുവിൻ്റെ ദൃഷ്ടി രാഹുവിൽ ഇവിടെ പതിക്കുന്നതിനാൽ
ചില സമയങ്ങളിൽ വിദ്യാർത്ഥികൾ ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയിലാകുന്നതും തീരുമാനങ്ങളെടുക്കാൻ വിഷമിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് രക്ഷകർത്താക്കളുടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. കർമ്മസ്ഥാനാധിപൻ സൂര്യൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കരിയറിലും ബിസിനസ്സിലും നല്ല നേട്ടങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും. ജനുവരി 15-ാം തീയതി സൂര്യൻ രാശി മാറി 3ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. 3ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ചില പരിവർത്തനങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതല്ല. 7ാം ഭാവാധിപൻ ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം ശുഭകരമായതിനാൽ ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. ഇതാണ് വൃശ്ചികം രാശിക്കാരുടെ ജനുവരി മാസത്തിലെ പൊതു മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.